Hi students, നമ്മുടെ CUET question paper discussion ആണ്. So question number 1, the number of 1 function from A to B, n of A 4, n of B 6. നമുക്കറിയാം n of B P, n of A എന്നാണ്. 6P4 ആണ്. 6P4 എന്ന് പറയുന്നത് 6 factorial divided by 6 minus 4 factorial ആണ്. That is equal to 6 factorial divided by 2 factorial എന്ന് കിട്ടും. That is equal to 6 into 5 into 4 into 3 എന്ന് കിട്ടും. 6 30 into 12, 12 3 36, 360 എന്ന് കിട്ടും. That is answer option 4, no correction. Next question. Number of onto mapping from the set A to B. Summation R is equal to 1 to n of B minus 1 raised to n of B minus R into n of B C R into R raised to n of A. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനകത്തിട്ട് കൊടുത്താൽ R is equal to 1 കൊടുത്താൽ minus 1 raised to n of B എന്ന് പറയുന്നത് എത്രയാണ്? വളരെ n of B എന്ന് പറയുന്നത് B യിലെ എലമെൻറ്റ്സ് 2 minus 1 into 2C 1 into 1 raised to n of A. n of A എന്ന് പറയുന്നത് 100 ആണ്. പ്ലസ് ഇനി 2 ഇട്ട് കൊടുക്കാനുള്ളൂ. 2 ഇട്ട് കൊടുത്താൽ minus 1 raised to 2 minus 2 0 into 2C2 into 2 raised to 100 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേനും നമുക്ക് 2 raised to 100 minus 2 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. A function satisfies f of x is equal to x plus 1 for all real value of x, and if f of 0 is equal to 1 by 2 then f of 1 is equal to f of x എന്ന് പറയുന്നത് x plus 1 ആണ്. അപ്പോൾ f of 0 1 by 2 ആണെങ്കിൽ നമുക്ക് എക്സിന് 0 എന്നിട്ട് കൊടുത്താൽ f of 0 എന്ന് പറയുന്നത് 0 plus 1 ആണ്. സോ f of 0 എത്രയാണ്? വളരെ 1 by 2. f of 1 by 2 എന്ന് പറയുന്നത് 0 plus 1 എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. ശരിയല്ലേ? സോ നമുക്ക് f of 1 by 2 ഇട്ട് കൊടുത്താൽ f of 1 by 2 എന്ന് പറയുന്നത് 1 by 2 plus 1 ആണ്. സോ f of 1 by 2 എന്ന് പറയുന്നത് 1 ആണ്. f of 1 is equal to 1 by 2 plus 1 എന്ന് പറയുന്നത് 3 by 2 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ആൻസർ ഓപ്ഷൻ 4. അടുത്ത ചോദ്യം. tan inverse 3 plus tan inverse 5 minus cot inverse 4 by 7. tan inverse 3 നമുക്ക് cot inverse 1 by 3 എന്ന് വിളിക്കാം. പ്ലസ് tan inverse 5 നമുക്ക് cot inverse 1 by 5 എന്ന് വിളിക്കാം. മൈനസ് cot inverse 4 by 7 എന്ന് കിട്ടും. സോ ഇതിനെ നമുക്ക് pi by 2 minus tan inverse 1 by 3 plus pi by 2 minus tan inverse 1 by 5 minus cot inverse 4 by 7 എന്ന് വിളിക്കാം. pi by 2 plus pi by 2 pi ആണ്. pi minus of tan inverse 1 by 3 plus tan inverse 1 by 5 എന്ന് വിളിക്കാം. മൈനസ് cot inverse 4 by 7 എന്ന് വിളിക്കാം. സോ pi മൈനസ് tan inverse x plus tan inverse y എന്ന് പറയുന്നത് tan inverse of x plus y by 1 minus xy ആണ്. മൈനസ് cot inverse 4 by 7 ആണ്. സോ ഇത് പൈ മൈനസ് ഇത് 5 3 8 അല്ലേ? tan inverse 8 ഡിവൈഡഡ് ബൈ 15 മൈനസ് 1 14 അല്ലേ? മൈനസ് cot inverse 4 by 7. ഇത് 4 by 7 തന്നെയാണ്. സോ നമുക്കിത് പൈ മൈനസ് ഓഫ് ഇത് tan inverse 4 by 7 പ്ലസ് cot inverse 4 by 7 എന്ന് കിട്ടും. tan inverse x plus cot inverse എന്ന് പറയുന്നത് പൈ മൈനസ് പൈ ബൈ 2 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 എന്ന് കിട്ടും. സിംപ്ലി പൈ ബൈ 2 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 pi by 4 നമുക്ക് പൈ പ്ലസ് പൈ ബൈ 4 എന്ന് എഴുതാം. പൈ പ്ലസ് എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രന്റ് ആണ്. സൈനിൽ നെഗറ്റീവ് വരും. മൈനസ് പൈ ബൈ 4 ആണ് ആൻസർ. അടുത്ത ചോദ്യം. ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയാം. നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിനെ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വിളിക്കാം. അങ്ങനെ വിളിച്ചാൽ ഇത് എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്കതിനകത്ത് എ സ്ക്വയർ എന്ന് കണ്ടുപിടിക്കാം. ആദ്യം എ സ്ക്വയർ എന്ന് പറയുന്നത് കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ cos alpha into cos alpha sin alpha minus sin alpha cos alpha എന്ന് വിളിക്കാം. This is equal to cos square alpha plus sin square cos square alpha minus sin square alpha. അത് cos 2 alpha ആണ്. cos alpha sin alpha plus cos alpha sin alpha എന്ന് പറയുന്നത് sin 2 alpha കിട്ടും. മൈനസ് sin alpha cos alpha മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത് ശരിയാണല്ലോ. മൈനസ് sin alpha cos alpha മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ എന്ന് പറയുന്നത് മൈനസ് സൈൻ 2 ആൽഫയാണ്. മൈനസ് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് കോസ് 2 ആൽഫ കിട്ടും. സോ സ്ക്വയർ ചെയ്യുമ്പോഴത്തേന് ഈ 2 വന്നെടുത്ത് റേസ് ടു 20 എടുക്കുമ്പോഴത്തേന് 20 കൊടുത്താൽ മതി.
നമുക്ക് 3 കിട്ടും. ഓപ്ഷൻ 3. അടുത്ത ചോദ്യം. എ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എ സ്ക്വയർ എന്ന് കണ്ടുപിടിക്കാം. എ സ്ക്വയർ എന്ന് പറയുന്നത് 1 1 1 1 ഇൻറ്റു 1 1 1 1 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2 2 2 2 കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു 1 1 1 1 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. നമുക്ക് എ റൈസ് ടു 4 നോക്കിയാൽ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ആണ്. എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുന്നത് 2a ഇൻറ്റു 2a ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുന്നത് 2a തന്നെയാണ്. ദാറ്റ് ഇസ് 2 റൈസ് ടു 3 ഇൻറ്റു എ എന്ന് കിട്ടും. സോ എ റൈസ് ടു 2 റൈസ് ടു 99 ഇൻറ്റു എ ആണ് നമുക്ക് വരേണ്ടത്. നമുക്കിത് 94 ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 99 ആക്കിയാൽ മതി കേട്ടോ. 2 റൈസ് ടു 99 ഇൻറ്റു എ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 8ൻ്റെ ക്വസ്റ്റൻ നമ്പർ 8ൻ്റെ 2 ആണ്. അടുത്ത ക്വസ്റ്റൻ നമ്പർ 9. A is a matrix satisfying A into A transpose is equal to 9i3. Then the value of A and B respectively. നമുക്ക് A1 2 2 2 1 minus 2 A 2 B ആണ്. ഇൻറ്റു A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 1 2 2 2 1 minus 2 A 2 B എന്ന് കിട്ടും. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 9i3 9 0 0 0 9 0 0 0 9 ആണ്. ഇങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ഉള്ളത് മാത്രം ചേർത്ത് എടുത്താൽ മതി. എയും ബിയും ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് റോയിനെ ഇതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും 1 ഇൻറ്റു എ പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് 2b സീക്വൽ ടു എത്രയെന്ന് കിട്ടും? ഫസ്റ്റ് റോയിനെ തേർഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻ്റ് ആണ് കിട്ടുന്നത്. സീക്വൽ ടു 0 എന്ന് കിട്ടും. അതുപോലെ ഇതിനെ തേർഡ് റോയിനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എ ഇൻറ്റു 1 2 ഇൻറ്റു 2 അത് സെയിം തന്നെ കിട്ടും അല്ലേ? ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ ഇൻറ്റു 2 2a പ്ലസ് 2 മൈനസ് 2b സീക്വൽ ടു തേർഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. തേർഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. രണ്ടും 0 ആണ് കിട്ടുന്നത്. സോ എ പ്ലസ് 2b ഈക്വൽ ടു മൈനസ് 4 എന്ന് കിട്ടും. 2a മൈനസ് 2b ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടും. ദാറ്റ് ഇസ് എ മൈനസ് ബി ഈക്വൽ ടു മൈനസ് 1. എ മൈനസ് ബി ഈക്വൽ ടു മൈനസ് 1 എന്ന് പറയുന്നത് മൈനസ് സാറ്റിസ്ഫൈ ചെയ്തില്ലേ പിള്ളേരെ? മൈനസ് 2 എടുത്താൽ മൈനസ് 2 മൈനസ് 2 എന്ന് പറയുന്നത് മൈനസ് 4. ഫോർത്ത് ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അടുത്ത ചോദ്യം. A is equal to 1 0 0 0 1 0 A B minus 1 and I is a unit matrix of order 3 then A square plus 2A raised to 4 plus 4A raised to 6 is equal to. നമുക്ക് A square കണ്ടുപിടിക്കുമ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ എയും ബി എല്ലാം ക്യാൻസൽ ആയി പോകണം. എയും ബിയും ക്യാൻസൽ ആയി പോകാൻ പാടില്ല കേട്ടോ. A square കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് ഈവൻ പവറല്ലേ? 1 0 0 0 1 0 A B minus 1 അതുപോലെ തന്നെ നിൽക്കുമായിരിക്കും മിക്കവാറും. മോസ്റ്റ് പ്രോബബ്ലി 1 പ്ലസ് 0 പ്ലസ് 0 ഇത് 1 1 0 ബി സോറി 1 ഇൻറ്റു 0 0 0 ഇൻറ്റു 1 0 0 ഇൻറ്റു ബി 0 1 0 0 ഇത് 0 കിട്ടും. 0 ഇൻറ്റു 1 ഇത് 1 ഇൻറ്റു 0 0 ഇൻറ്റു എ 0 കിട്ടും. 0 1 0 0 0 0 എ സോറി എ ഇൻറ്റു 0 0 ഇൻറ്റു ബി മൈനസ് 1 ഇൻറ്റു എ ഇത് 0 ആയിപ്പോവും. 0 ബി മൈനസ് ബി ഇതും 0 ആയിപ്പോവും. 0 0 1 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ എ റൈസ് ടു 8 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. അതെല്ലാം ആഡ് ചെയ്താലും ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെ കിട്ടും. സിമ്പിൾ ചോദ്യം അല്ലേ? കോയിഫിഷ്യൻസ് മാത്രം 2 4 2 6 1 7 എ റൈസ് ടു 8 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റൻ നമ്പർ 11. ക്വസ്റ്റൻ നമ്പർ 11 ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് ലോഗ് എക്സിൻ്റെ യു എന്ന് കൊടുത്താൽ മതി. യു ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് കൊടുത്താൽ 1 ബൈ ലോഗ് എക്സ് ഇൻറ്റു 1 ബൈ എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ്. സോ ലോഗ് എക്സിൻ്റെ ലോഗ് കൊടുത്താൽ ആൻസറായി. അടുത്ത ചോദ്യം. നമുക്ക് ഇതിനകത്ത് യു ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് കൊടുത്താൽ ഡി യു ഈസ് ഈക്വൽ ടു മൈനസ് ഡി എക്സ് എന്ന് കിട്ടും. സോ ഇൻ്റഗ്രൽ 0 to 1 കൊടുത്താൽ യു എക്സിന് 0 കൊടുത്താൽ y എന്ന് പറയുന്നത് 1 ആണ്. എക്സിന് 1 കൊടുത്താൽ ഇത് 1 to 0. എക്സിന് പകരം നമ്മൾ എത്ര ഇട്ട് കൊടുക്കണം? 1 മൈനസ് യു ഇട്ട് കൊടുക്കണം. എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് യു ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് യു ആണ്. യു റൈസ് ടു 99 ഇൻറ്റു മൈനസ് ഡി യു എന്ന് കൊടുക്കണം. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 യു റൈസ് ടു 99 മൈനസ് യു റൈസ് ടു 100 ഇൻറ്റു ഡി യു എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു യു റൈസ് ടു 100 by 1 100 by 100 മൈനസ് യു റൈസ് ടു 101 ഡിവൈഡഡ് ബൈ 101 ഓവർ 0 to 1 ആണ്. 1 കൊടുത്താൽ മതി. 1 by 100 മൈനസ് 1 by 101 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 101 ദാറ്റ് ഈസ് ഈക്വൽ ടു 10100. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ എക്സ് ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു.
നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓപ്ഷൻ 1 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. e raised to x ക്യാൻസൽ ആയിപ്പം x e raised to x ഡിവൈഡഡ് ബൈ 1 + x ദ ഹോൾ സ്ക്വയർ എന്നൊരു സിമ്പിൾ ലോജിക്കാണ്. ഇത്ര അങ്ങ് ചെയ്താൽ മതി. അടുത്ത ചോദ്യം സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് dy ബൈ dx ഇസ് ഈക്വൽ ടു cos x പ്ലസ് വൈ എന്ന് വിളിക്കാം. ഇപ്പം നിങ്ങൾ x പ്ലസ് വൈക്കൊരു u എന്ന് കൊടുത്താൽ 1 പ്ലസ് dy ബൈ dx ഇസ് ഈക്വൽ ടു du ബൈ dx എന്ന് കിട്ടും. സോ dy ബൈ dx എന്ന് പകരം നമുക്ക് du ബൈ dx മൈനസ് 1 എന്ന് വിളിക്കാം, ഇസ് ഈക്വൽ ടു cos u എന്ന് വിളിക്കാം. ഇത് അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ du ബൈ dx ഇസ് ഈക്വൽ ടു 1 പ്ലസ് cos u എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് dx അപ്പുറത്തേക്ക് കൊണ്ടുപോകും, ഇത് 1 പ്ലസ് കോസ് du ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് യു ഇസ് ഈക്വൽ ടു dx എന്ന് കിട്ടും. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഓർഡർ ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ട് റേസ് ടു 1/3 കിടക്കാൻ പാടില്ല. നമ്മൾ dy ബൈ dx ദ ഹോൾ റേസ് ടു 1/3 ഇസ് ഈക്വൽ ടു d സ്ക്വയർ y ബൈ dx സ്ക്വയർ ഓവർ നെഗറ്റീവ് മൈനസ് എക്സ് റേസ് ടു 1/4 എന്ന് എഴുതണം. റേസ് ടു 1/3 മാറ്റി റേസ് ടു 3 എഴുതുമ്പോഴത്തേനും ഒബ്വിയസ്ലി ഓർഡർ സെക്കൻഡ് ഓർഡർ ആണ്, ശരിയല്ലേ? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്, മറ്റേ 3 കിട്ടും. 2ഉം 3ഉമാണ് ആൻസർ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. Let x, y belongs to I and suppose that a relation R is defined on I is defined by x related to y if and only if x less or equal to y, then obviously it is reflexive less or equal to ആണ്, സിമ്മട്രിക് അല്ല അല്ലേ? റിഫ്ലെക്സീവ് ബട്ട് നോട്ട് സിമ്മട്രിക്. സിമ്പിൾ. 17. The relation in the set 1 2 3 up to 14 defined as r x y is equal to 3x minus y is equal to 0 is obviously അത് റിഫ്ലെക്സീവ് അല്ല. സി 3x is equal to y ആണെങ്കിൽ 3y is equal to x ആണോ? അല്ല. അപ്പം സിമ്മട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ റിഫ്ലെക്സീവ് അല്ല, സിമ്മട്രിക് അല്ല, ട്രാൻസിറ്റീവും അല്ല. ഓക്കെ, അടുത്ത ചോദ്യം. ലെറ്റ് ആർ ബി ദ റിലേഷൻ സെറ്റ് 1 2 3 4. ആർ എന്ന് പറയുന്നവർ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന റിഫ്ലെക്സീവ് സിമ്മട്രിക് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ 1 1 2 2 3 3 4 4 എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റിഫ്ലെക്സീവ് ആണ്. 1 2 ഉണ്ട്, 2 1 ഇല്ല. അപ്പോൾ അതുകൊണ്ട് സിമ്മട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണ്. 1 3 ഉണ്ട്, 3 3 ഉണ്ട്, 1 3 കണക്ഷൻസ് എല്ലാം ഉണ്ട്. സോ റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷേ സിമ്മട്രിക് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ദ സിഗ്നം ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 0. അത് നിങ്ങൾക്കറിയാം. സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാം. സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതാണ്. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇതാണ് സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇത് 1 1 ആണോ ഓൺ 2 ആണോ എന്നൊക്കെ ചോദിച്ചാൽ 1 1 അല്ല ഓൺ 2 അല്ല എന്ന് പറയേണ്ടി വരും. കാരണം എല്ലാ പോസിറ്റീവ് നമ്പറിൻ്റെ ഇമേജ് സെയിം ആണ്, ശരിയല്ലേ? പിന്നെ എവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആറിൽ നിന്നും ആറിലേക്ക്, ആറിലെ എല്ലാ എലമെൻസിനും ഇമേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആൻസർ വാല്യൂ ആയിട്ട് കിട്ടുന്നത് 0ഉം 1ഉം -1ഉം മാത്രമാണ്. എല്ലാ റിയൽ നമ്പേഴ്സും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതെന്തല്ല 1 1ഉം അല്ല ഓൺ 2ഉം അല്ല. അടുത്ത് let A is equal to set 1 2 3 the number of relations containing 1 2 and 1 3 which are reflexive and symmetric but not transitive. അതായത് റിഫ്ലെക്സീവും സിമ്മട്രിക്കും ആയിരിക്കണം. 1 1 വേണം. നിങ്ങൾ എണ്ണം നോക്കിയാൽ മതി. നിങ്ങൾ പോസിബിൾ ആവുന്ന എല്ലാ എണ്ണം എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് 3 എന്ന് കിട്ടും കേട്ടോ. റിഫ്ലെക്സീവും സിമ്മട്രിക്കും ആയിട്ട് ട്രാൻസിറ്റീവ് അല്ലാത്ത എഴുതി ആ സെറ്റ് നമുക്ക് വേണ്ടല്ലോ, എത്ര എണ്ണം ഉണ്ടോ നോക്കിയാൽ പോരെ. 21 the identity element for a binary operation star defined by a star b is equal to ab by 2. ഐഡൻറ്റിറ്റി എലമെൻ്റ് ഡെഫിനേഷൻ എ സ്റ്റാർ ഈസ് ഈക്വൽ ടു എ എന്നാണ്. ദറ്റ് ഈസ് എ ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എ എന്ന് തന്നെ കിട്ടും. എയും ക്യാൻസൽ ആയിപ്പോൾ ഇ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ദറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ 3 ആണ്. അടുത്ത ചോദ്യം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സെറ്റ് 1 ലെസ് ആർ ഈക്വൽ ടു എക്സ് ലെസ് ആർ ഈക്വൽ ടു 1 ആൻഡ് ദറ്റ് ഈസ് ഈക്വൽ ടു ബി ആൻഡ് എസ് ബി സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ഡിഫൈൻഡ് ബൈ എസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു സർക്കിളാണ്. അതൊരിക്കലും ഒരു ഫംഗ്ഷൻ ആവത്തില്ല, അറിയാലോ. അടുത്ത ചോദ്യം. Let R be the relation on n defined as x related to y if and only if x plus 2y is equal to 8. Then the domain of R is x plus 2y is equal to 8 വേണം. നാച്ചുറൽ നമ്പർ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം നമുക്ക് എക്സിന് 2 4 6 8 കൊടുത്താൽ വാല്യൂ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എക്സിന് 2 കൊടുത്താൽ y എന്ന് പറയുന്നത് 8 - 2 6/2 3 ആണ്. x ഈക്വൽ ടു 2 കൊടുത്താൽ എക്സിന് 4 കൊടുത്താൽ ഈവൻ നമ്പറേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. y എന്ന് പറയുന്നത് 8 - 4 4/2 2 എന്ന് കിട്ടും. എക്സിന് 6 കൊടുത്താൽ y ഈസ് ഈക്വൽ ടു 8 - 6 2 2/2 1 എന്ന് കിട്ടും. എക്സിന് 8 കൊടുത്താൽ 8 - 8 0 y ഈസ് ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ പണിവാളി അല്ലേ, 8 കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ 8 കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ 2ഉം 4ഉം എത്രയേ കൊടുക്കത്തുള്ളൂ,
6 വരെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ആൻസറിൽ ചേഞ്ച് ഉണ്ട്. ഓപ്ഷൻ 3 ആണ് കേട്ടോ. 2 ഉം 4 ഉം. 8 കൊടുത്താലത്തെ പ്രശ്നം എന്താ? ആർ ബി ദ റിലേഷൻ ഓൺ n ഡിഫൈൻഡ് ആസ് എക്സ് റിലേറ്റഡ് ടു y if and only if x plus 2y is equal to 8 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എക്സിന് 8 കൊടുത്താലത്തെ പ്രശ്നം 0 വരും. ശരിയല്ലേ? എക്സിന് 0 കൊടുക്കാൻ പറ്റുമോ? അതും കൊടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ 2, 4, 6 ആണ് ആൻസർ. 2, 4, 6 എന്ന് പറയുന്നത് 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. Let a is equal to 1, 2, 3 the total number of distinct relations which can be defined over a. Over a എന്ന് പറഞ്ഞാൽ a to a ആണ്. a to എന്ന് പറഞ്ഞാൽ 2 raised to n of a into n of a. 2 raised to n of a into n of a. That is equal to 2 raised to 9 ആണ്. Number of relations from a to a എന്ന് പറയുന്നത് 2 raised to 9. That is option 3 ആണ്. ഓക്കെ. അടുത്ത്. Suppose the number of elements in the set A is P, the number of elements in B is Q, then the number of elements in A cross B is 7, then P square plus Q square. അതിപ്പോൾ 1 into 7 മാത്രമല്ലേ A cross Bയിലെ എലമെൻ്റ് ആവത്തുള്ളൂ. സോ 1 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ എന്ന് പറയുന്നത് 1 plus 49. ദാറ്റ് ഇസ് ഈക്വൽ ടു 50 ആണ്. 50 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 3. അടുത്ത ചോദ്യം. നമുക്ക് 7π/6നെ 5 plus π/6 എന്ന് വിളിക്കാം. 5 plus π/6 എന്ന് വിളിച്ചാൽ 5 plus π/6 എന്ന് വിളിച്ചാൽ കോസ് ഇൻവേഴ്സ് ഇത് കോസ് പൈ പ്ലസ് π/6 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ പ്ലസ് തീറ്റ. കോസ് ഇൻവേഴ്സ് കോസ് പൈ പ്ലസ് π/6 എന്ന് പറയുന്നത് മൈനസ് കോസ് π/6 ആണ്. മൈനസ് കൊടുത്താൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് കോസ് π/6 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ മൈനസ് π/6 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 5π/6 എന്ന് വരും. 5π/6 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓക്കെ. അടുത്ത ചോദ്യം. കോട്ട് ഓഫ് കോസ് ഇൻവേഴ്സ് മൈനസ് 1/3. കോട്ട് ഓഫ് ഇതിനെ നമുക്ക് കോസ് ഇൻവേഴ്സിനെ നമുക്ക് പൈ മൈനസ് ആക്കാം അല്ലേ. മൈനസ് 1/3 ആണ്. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/3 എന്നാക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു കോട്ട് ഓഫ് പൈ മൈനസ് തീറ്റ കൊടുത്താൽ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇത് എത്ര കിട്ടും? 9 - 1 √8 എന്ന് കിട്ടും. ഇത് കോട്ട് ആകുമ്പോഴത്തേനും കോട്ട് ഇൻവേഴ്സ് അഡ്ജസ്റ്റൻറ്റ് സൈഡ് മറ്റേ കോട്ട് ഇൻവേഴ്സിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്. 1/√8 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു കോട്ട് പൈ മൈനസ് എന്ന് പറയുന്നത് മൈനസ് കോട്ട് ഇൻവേഴ്സ് 1/√8 ആണ്. ദാറ്റ് ഈസ് മൈനസ് 1/2√2 എന്ന് കിട്ടും. മൈനസ് 1/2√2 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 4 ആണ്. അടുത്ത ചോദ്യം. ടാൻ ഇൻവേഴ്സ് √3/2 എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് √3/2 ഉം ടാൻ ഇൻവേഴ്സ് 1/√3. നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് √3/2 പ്ലസ് 1/√3 ഡിവൈഡഡ് ബൈ 1 മൈനസ് √3/2 ഇൻറ്റു 1/√3 എന്ന് കാണാം. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് ടാൻ ഇൻവേഴ്സ് മുകളിൽ LCM എടുത്താൽ 3 + 2 ഡിവൈഡഡ് ബൈ 2√3 എന്ന് കിട്ടും. താഴെ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോവും. 2 - 1 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയാൽ 5 ഡിവൈഡഡ് ബൈ √3. ടാൻ ഇൻവേഴ്സ് 5 ഡിവൈഡഡ് ബൈ √3 എന്ന് പറയുന്ന ഓപ്ഷൻ 1 ആണ്. അടുത്ത ചോദ്യം 29. sin 2a നമുക്ക് ഇക്വേഷൻ ഉണ്ട്. sin 2a is equal to 2 tan a divided by 1 plus tan square. That is 2 into tan a എന്ന് പറയുന്നത് എത്ര? വളരെ x. 2x divided by 1 plus x square എന്ന് കിട്ടും. 2x divided by 1 plus x square എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 4 ആണ്. അടുത്ത ചോദ്യം. sec square tan inverse 2 plus cosec square cot inverse 3. sec square tan inverse 2 നമുക്ക് tan inverse 2 നെ സീക്കിലേക്ക് ആക്കിയാൽ പോരെ. tan a is equal to 2 എന്ന് കിട്ടും. ഒരു കൊച്ചു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചാൽ ഇതാണ് a എങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഇത് √4 - 1 √3 എന്ന് കിട്ടും. അതുപോലെ കോട്ട് ഇൻവേഴ്സ് 3 b എന്ന് കൊടുത്താൽ കോട്ട് b is equal to 3 എന്ന് കിട്ടും. ഇതാണ് b എങ്കിൽ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 1 ആണ്. സോ ഇത് √9 + 1 √10 എന്ന് കിട്ടും. അപ്പോൾ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇത് √3 അല്ല √5 ആഡ് ചെയ്യുമല്ല ചെയ്യേണ്ടിരുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് sec square അങ്ങ് എഴുതിയാൽ മതി. sec എന്ന് പറയുന്നത് എത്രയാണ്? വളരെ sec എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് √5/1 ദ ഹോൾ സ്ക്വയർ പ്ലസ് cosec square. ഇതിനകത്ത് cosec square b എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് √10 ഡിവൈഡഡ് ബൈ 1 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് 5 + 10 15 എന്ന് കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 31. 1/2 കോസ് ഇൻവേഴ്സ് 4/5 നമുക്കൊരു തീറ്റ എന്ന് വിളിച്ചാൽ കോസ് ഇൻവേഴ്സ് 4/5 എന്ന് പറയുന്നത് 2 തീറ്റ എന്ന് കിട്ടും. സോ കോസ് 2 തീറ്റ എന്ന് പറയുന്നത് 4/5 എന്ന് കിട്ടും. ശരിയല്ലേ? കോസ് 2 തീറ്റ എന്ന് പറയുന്നതിന് നമുക്ക് ഇതിനകത്ത് ഇത്രയും ഭാഗത്തിനെയാണ് ഞാൻ തീറ്റ എന്ന് കൊടുത്തിരിക്കുന്നത്. കോസ് 2 തീറ്റ എന്ന് പറയുന്നത്
1 minus 2 sin square theta ആണ്. ദാറ്റ് ഈസ് 4/5 എന്ന് കിട്ടും. സോ 2 sin square theta എന്ന് പറയുന്നത് 1/5 ആണ്. സോ sin square theta എന്ന് പറയുന്നത് 1/10 കിട്ടും. സോ sin theta എന്ന് പറയുന്നത് 1/√10 കിട്ടും. ഓപ്ഷൻ 1 ആണ് ആൻസർ. അടുത്ത ചോദ്യം സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/2. സൈൻ ഇൻവേഴ്സ് 1/2 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്നത് π/2 ആണെന്ന് നമുക്കറിയാം. സൈൻ π/2 എന്ന് പറയുന്നത് 1. ഓപ്ഷൻ 2. സെക്കൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് 1/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/9. ഇപ്പോൾ പിള്ളേരെ നമുക്ക് ഇതിനെ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/4 പ്ലസ് 2/9 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/4 ഇൻറ്റു 2/9 എന്ന് എഴുതാൻ സാധിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 9 പ്ലസ് 8 17 അല്ലേ ഡിവൈഡഡ് ബൈ 36 മൈനസ് 2 എത്ര പിള്ളേർ? 36 മൈനസ് 2 എന്ന് പറയുന്നത് 34 അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/2 എന്ന് കിട്ടും. ടാൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ 4 ആണ്. അടുത്ത ചോദ്യം ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 ദാറ്റ് ഈസ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 ആണ്. പൈ മൈനസ് π/3 അല്ലേ? π/3 അല്ലേ പിള്ളേരെ? 1/2 അതെ. ദാറ്റ് ഈസ് 2π/3 എന്ന് കിട്ടും. 2π/3 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 2 ആണ്. അടുത്തത് 35 ടാൻ ഇൻവേഴ്സ് a/x പ്ലസ് ടാൻ ഇൻവേഴ്സ് b/x ഇസ് ഈക്വൽ ടു π/2. ഇതിനെ നമുക്ക് കോട്ട് ഇൻവേഴ്സ് x/b എന്ന് എഴുതാം. a/xും x/bയും സെയിം ആയിരിക്കണം. ദാറ്റ് ഇംപ്ലൈസ് x ഇസ് ഈക്വൽ ടു √ab എന്ന് കിട്ടും. √ab എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 3 ആണ്. സിമ്പിൾ ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം നമുക്ക് ഈ സൈൻ ഇൻവേഴ്സ് 3/5 നമുക്ക് ടാൻ ഇൻവേഴ്സിലേക്ക് ഒന്ന് ആക്കണം. ടാൻ ഇൻവേഴ്സിലേക്ക് ആക്കാനായിട്ട് ഇത് തീറ്റ കൊടുത്താൽ ഇത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഇത് 4 എന്ന് കിട്ടും. സൈൻ ഇൻവേഴ്സ് 3/5 നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓപ്പോസിറ്റ് 3/4 എന്നാക്കാം. 3/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/7 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 പ്ലസ് 1/7 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3/4 ഇൻറ്റു 1/7 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 21 4 25 ഡിവൈഡഡ് ബൈ 7 4 28 മൈനസ് 3 25. ടാൻ ഇൻവേഴ്സ് 1 എന്ന് കിട്ടും. 1 എന്ന് പറയുന്നത് π/4 ആണ്. π/4 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 1 ആണ്. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 37 ഇഫ് a is equal to 2 minus 2 minus 4 minus 1 3 4 1 minus 2 minus 3 നിങ്ങൾ ഈ a സ്ക്വയർ എന്ന് പറയുന്നത് a ഇൻറ്റു a രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് a തന്നെ കിട്ടും. സോ ദിസ് മെട്രിക്സ് ഈസ് ആൻ ഐഡംപൊട്ടന്റ് മെട്രിക്സ്. അടുത്ത 38 a ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് ഡിറ്റർമിനന്റ്. അത് കറക്റ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്ജോയിന്റ് ഓഫ് a എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് a ഇൻറ്റു a ആണ്. നമ്മളത് പറഞ്ഞതാണ്. അഡ്ജോയിന്റ് ഓഫ് a ഡിറ്റർമിനന്റ് ഓഫ് a ഹോൾ സ്ക്വയറിന്റെ അഡ്ജോയിന്റ് ഓഫ് a ഇൻവേഴ്സ് ആണ്. അപ്പോൾ തെറ്റാവുന്നത് ഇതാണ്. അഡ്ജോയിന്റ് ഓഫ് a എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് a ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് a ഹോൾ ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 4th ഓപ്ഷനാണ് ആൻസർ. അടുത്ത ചോദ്യം ഇഫ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഹാസ് നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് 0 ആണ്. ഡിറ്റർമിനന്റ് കോയിഫിഷ്യന്റ് ഡിറ്റർമിനന്റ് 1a1 1 2 2 1 5 3 സിഗിൾ 0 കൊടുക്കുക. സിഗിൾ 0 കൊടുത്താൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 6 മൈനസ് 5 ഇൻറ്റു 2 10 മൈനസ് a ഇൻറ്റു 3 മൈനസ് 2 1 പ്ലസ് 1 ഇൻറ്റു 5 മൈനസ് 2 3 സിഗിൾ 0 കൊടുക്കാം. 6 മൈനസ് 10 മൈനസ് 4 മൈനസ് a പ്ലസ് 3 സിഗിൾ 0 കിട്ടും. ഇത് സിംപ്ലൈസ് a ഈസ് ഈക്വൽ ടു -1. a ഈസ് ഈക്വൽ ടു -1 ആണ്. നിങ്ങൾ ഇനി അഡ്ജോയിന്റ് ഓഫ് a ഇൻറ്റു b നമുക്ക് നോ സൊല്യൂഷൻ ആണ് വേണ്ടത്. നോട്ട് ഈക്വൽ ടു 0 കിട്ടുന്ന എപ്പോഴാണെന്ന് നോക്കിയാൽ മതി. നോട്ട് ഈസ് ഈക്വൽ ടു 9 ആകുമ്പോഴത്തേന് ഈക്വൽ ടു 9 എന്തായാലും വരത്തില്ല. പിന്നെ ഈ രണ്ട് ചോയ്സിനകത്ത് ഒരെണ്ണം ആകണമല്ലോ. അപ്പം പിന്നെ നമുക്ക് ഒബിയസ്ലി ഓപ്ഷൻ 2 ആണെന്ന് കിട്ടും. അടുത്ത് നമുക്ക് എയും ബിയും ആണ് ഇതിനകത്ത് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ പിള്ളേരെ നിങ്ങൾ ഇതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് ചുമ്മാ x ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക, x ഈസ് ഈക്വൽ ടു 1 കൊടുത്താൽ നമുക്ക് -4 5 എയുടെയും ബിയുടെയും വാല്യൂ സിമ്പിളായിട്ട് എത്തിക്കാൻ സാധിക്കും. ചുമ്മാ x ഈസ് ഈക്വൽ ടു 0 x ഈസ് ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കുമ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചുമ്മാ എത്തിക്കാൻ സാധിക്കും കേട്ടോ. അത് ചെയ്താൽ മതി. അടുത്ത ചോദ്യം 41 if the system of linear equations where a b c are non-zero real numbers has more than one solution, then has more than one solution എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് a is equal to 0 ആയിരിക്കണം. അഡ്ജോയിന്റ് ഓഫ് a ഇൻറ്റു b is equal to 0 ആയിരിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഓപ്ഷൻ 1 ആൻസർ കിട്ടിക്കോളും. അടുത്ത ക്വസ്റ്റ്യൻ 42 സിമ്പിൾ ചോദ്യമാണ്. a തന്നിട്ടുണ്ട് അവർ അഡ്ജോയിന്റ് ഓഫ് 3a² പ്ലസ് 12a. നിങ്ങൾക്ക് അഡ്ജോയിന്റ് ഓഫ് a² കണ്ടുപിടിക്കുക, 12a കണ്ടുപിടിക്കുക. ആഡ് ചെയ്തതിന് ശേഷം അഡ്ജോയിന്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് 51 63 84 72 എന്ന് ആൻസർ കിട്ടിക്കോളും. അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് a² is equal to 25 then mod alpha. ഡിറ്റർമിനന്റ് ഓഫ് a² എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് a ഹോൾ സ്ക്വയർ അതായത് is equal to 25 എന്ന് കിട്ടി. ഡിറ്റർമിനന്റ് ഓഫ് a എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണല്ലോ, ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 5 ഇൻറ്റു ആൽഫ ഇൻറ്റു 5 ആണ്. ദാറ്റ് is equal to 25 ആൽഫ എന്ന് കിട്ടും.
സോ ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആൽഫ സ്ക്വയർ 25 സ്ക്വയർ ഇൻറ്റു ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 എന്ന് കിട്ടും. സോ ആൽഫ ഇസ് ഈക്വൽ ടു 1/5 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ആൻസർ ഓപ്ഷൻ 3 ആണ്. അടുത്ത ചോദ്യം 44. ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ -a to a ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 0 ആണ് അതിൻ്റെ ഇൻ്റഗ്രൽ കിട്ടുന്നത്. ഇതിൽ നിങ്ങൾ കിങ്സ് മെത്തേഡ് അപ്ലൈ ചെയ്യുക. കാരണം വെച്ചാൽ ഇത് i ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 3 + 2 5 √5 - x ഡിവൈഡഡ് ബൈ √5 - x പ്ലസ് √x എന്ന് കിട്ടും. ഈ ഒരു ഇത് അപ്ലൈ ചെയ്താൽ i + i എന്ന് പറയുന്നത് 2i. അപ്പം നമുക്ക് i ഈസ് ഈക്വൽ ടു ലിമിറ്റഡ് ഡിഫറൻസ് 3 - 2 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 1/2 എന്ന് കിട്ടും. 1/2 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 4 ആണ്. ലിമിറ്റിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 2 ആണല്ലോ അത്രയും ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. അടുത്ത് ഏരിയ ബൗണ്ടഡ് ബൈ ദ പരാബോള നിങ്ങൾക്ക് അറിയാവുന്ന y² = x, y = 4 വരെ 0 to 4 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി √x-നെ. 48 ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് log x എടുക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ 1 ഇൻ്റഗ്രൽ x മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് dx എന്ന് എഴുതാം. സോ x log x മൈനസ് എക്സ് പ്ലസ് സി. എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് എക്സ് കോമൺ എടുത്താൽ എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 + c എന്ന് കിട്ടും. 49 dy/dx = 2y ഡിവൈഡഡ് ബൈ 2x എന്ന് കിട്ടും. സോ ഇത് dy ഡിവൈഡഡ് ബൈ 2y ഈസ് ഈക്വൽ ടു dx ഡിവൈഡഡ് ബൈ 2x എന്ന് കിട്ടും. അത് സിമ്പിൾ ചോദ്യമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. p എന്ന് പറയുന്ന 1/x കിട്ടും, q എന്ന് പറയുന്ന x² കിട്ടും. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് e⁻1/x dx ആണ്. ദാറ്റ് ഇസ് e⁻log x എന്ന് കിട്ടും. ലോഗും ഇയും ക്യാൻസൽ ആയി പോയിട്ട് x എന്ന് കിട്ടും. സോ സൊല്യൂഷൻ എന്ന് പറയുന്നത് x ഇൻറ്റു y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx എന്നാണ്. ദാറ്റ് ഇസ് y ഇൻറ്റു x ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് q എന്ന് പറയുന്നത് x² ഇൻറ്റു x dx എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു x³ / 3 + c എന്ന് കിട്ടും. ദാറ്റ് ഈസ് x³ ആണ് ഓൾറെഡി കിട്ടുന്നത്. ഇത് x³ ആണ് ഓൾറെഡി കിട്ടുന്നത്. x² ഇൻറ്റു x എന്ന് പറയുന്നത് x³ ആണ്. സോ x⁴/4 + c എന്ന് കിട്ടും. ദാറ്റ് ഈസ് xy = 1/4 x⁴ + c എന്ന് കിട്ടും. സോ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഈസ് വൈൻഡിങ് അപ്പ്. താങ്ക് യു.